വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആട്ടോ. തീ കത്തിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ വിനെഗറും കൂടി ചേർത്തിട്ട് ഒരു ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ മാങ്ങയിലേക്ക് നന്നായിട്ട് നീരൊക്കെ വരും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സിയിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഓവർനൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. മാങ്ങയിലേക്ക് നന്നായിട്ട് നീരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കടുക് ഉലുവയും കൂടി പൊടിച്ചതും പിന്നെ 1 ബൾബ് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായിരിക്കും. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണ്. അച്ചാർ ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എളുപ്പത്തിൽ നമുക്ക് തീ കത്തിക്കാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം.